ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫ്ലാറ്റ് സ്റ്റെപ്നി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാഷ് ക്യാം 70 mAh മൗണ്ടിങ് ആണ്. അപ്പം ഞാൻ കാറിലത് മൗണ്ട് ചെയ്ത് അത് കണക്ട് ചെയ്ത്, അതായത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഡ്രൈവിന് പോകാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമേജ് ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കാണാത്തവർ പ്ലീസ് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണുക. കാരണം അതിനകത്താണ് ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ വേറെ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കാണാം. അപ്പോൾ നമുക്കൊരു ഫീൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഡാഷ് ക്യാമിന് എത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് പേഴ്സണൽ യൂസിന് വേണ്ടി ഇത് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നേരെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു, ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ക്യാം ഉണ്ട്, അതിൻ്റെ ചാർജിങ് കേബിൾ, നല്ല നീളമുള്ളൊരു ചാർജിങ് കേബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തു. ഒരു കാർഡ് റീഡറും മെമ്മറി കാർഡും 64 GB ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇതെനിക്ക് ഇത് ആക്ച്വലി ചിലപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സാധനമായിരിക്കും. പിന്നെ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ്ലി കാറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാം. ക്യാമറ മൗണ്ട് ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് ആദ്യം ക്യാമറ ഓൺ ചെയ്യാം. ഞാൻ ഈ പവർ ബട്ടണൊക്കെ പിടിച്ച് ഞെക്കി അത് ഓൺ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഓഫ് ആവുക ചെയ്തത്, നേരത്തെ ഇത് ഓൺ ആയിരുന്നു. ഞാൻ ഒന്നോടെ പവർ ബട്ടൺ ഞെക്കി ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 70 mAh എന്ന് പറഞ്ഞൊരു സിമ്പിളൊക്കെ എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ അത് ക്യാമറ ഓൺ ആവുകയാണ്. അത് കഴിഞ്ഞൊരു മെസ്സേജ് വന്നു, ഇൻസേർട്ട് SD കാർഡ് ടു സ്റ്റാർട്ട് റെക്കോർഡിങ്. അപ്പോൾ ഈ SD കാർഡ് 64 GB ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കാരണം നമുക്ക് ഡ്യൂറേഷൻ വേണമല്ലോ, കാരണം ഇതും ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അത് ഓവറായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലോങ് ജേർണിക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഒരു എവറി 4 അല്ലെങ്കിൽ ഒരു എവറി 2 or 3 hours നമുക്കെടുത്ത് വീണ്ടും എന്നാ പറയുന്നത്, അത് ഓവറായിട്ട് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള ഫുട്ടേജ് ചിലപ്പോൾ മാഞ്ഞു പോകുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 64 GB മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് 64 GB സപ്പോർട്ടബിൾ ആണ്. അതുകൊണ്ടുകൂടെയാണ് 64 GB നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ 64 GB മെമ്മറി കാർഡ് ഒന്ന് സിസ്റ്റത്തിൽ കയറ്റി ഇത് ഫോമാറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു മെസ്സേജ് വരും, പ്ലീസ് ഫോമാറ്റ് ദി SD കാർഡ് ബിഫോർ യൂസ്. അപ്പോൾ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എന്നാ പറയുന്നത്, സിമ്പിൾ രീതിയിലാണത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് പിക്ചർ തന്നിട്ടുണ്ട്, ദ വേ ഇറ്റ് ഹാസ് ടു ഗോ എന്നത്, എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് നെക്കി കൊടുത്താൽ മതി. ഒരു ക്ലിക്ക് സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കാർഡ് ഫിറ്റ് ആയിട്ടുണ്ടെന്ന്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വീണ്ടും ഫോമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുവർ SD കാർഡ് നീഡ്സ് ടു ബി ഫോമാറ്റഡ് ബിഫോർ യൂസിങ്, പ്ലീസ് ടാപ്പ് ഫോമാറ്റ് ടു സ്റ്റാർട്ട് ഫോമാറ്റിംഗ്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ബട്ടൺ, ഫോമാറ്റ് തൊട്ടടിയിലുള്ള ഫംഗ്ഷൻ ബട്ടൺ അങ്ങ് നോക്കി കൊടുത്താൽ മതി. ഫോമാറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു മെസ്സേജും വന്നിട്ടുണ്ട്, ഫോമാറ്റ് സക്സീഡഡ് എന്ന്. അപ്പോൾ ഇതിനകത്ത് ഇമേജൊക്കെ കാണാം, പക്ഷേ അതിൻ്റെ വിൻഡോ സൈസ് അല്ലെങ്കിൽ സ്ക്രീൻ സൈസ് ചെറുതായതുകൊണ്ടാണ് ഇമേജിന് വലിയ ക്ലാരിറ്റി വരുന്നില്ല. നമുക്കിത് കാറിൽ മൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ദൂരെയുള്ള ഡിസ്റ്റൻസ് നോക്കി എടുത്ത് നോക്കേണ്ടി വരും, ഇതിനകത്ത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കേണ്ടി വരും, ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോവാം, മൗണ്ടിങ് ഇട്ട് ഇൻ ദ കാർ. നമ്മൾ കാറിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ
ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽമാണ് ആദ്യം കാറിൻ്റെ വിൻഡ്സ്ക്രീനിൽ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ഏരിയ ആണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു ഏരിയ. മിക്കവാറും ഈ എപ്പോഴും ഒരു മോസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ഈ നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ മുമ്പിലത്തെ ഈ ഏരിയയിലായിട്ടാണ് ഡാഷ് ക്യാം പ്ലേസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് കുറവുള്ളത്. എന്നാലും വന്നാൽ തന്നെ നമുക്ക് അത്രയും ഡ്രൈവിങ്ങിൽ അത്രയും എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആണത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡ്രൈവിങ് ആരാണോ ഡ്രൈവർ അവരുടെ ഒരു ലെഗ് ഡിസ്റ്റൻസിൽ ക്ലച്ചും, അതായത് ഡ്രൈവിംഗ് സീറ്റ് കറക്റ്റായിട്ട് ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വിഷൻ എടുത്തിട്ട് വേണം ഈ പ്ലേസ് ഡിസൈഡ് ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽം ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബബിൾസും അതിൻ്റെ വാക്യൂം അവിടെ ക്രിയേറ്റ് ആവുന്ന അത് ഡിസ്ട്രോയ് ആയി പോകും. പിന്നെ അത്രയും സ്റ്റിക്കിനെസ് ആണ് അത് കിട്ടില്ല. അതുകൊണ്ടാണ് അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയ്ക്കാൻ പറ്റുകയില്ല. 70 mAh അതുകൊണ്ടായിരിക്കണം ഇതുപോലത്തെ 2 ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽം തന്നിട്ടുണ്ട്. ഇനി അഥവാ ഒരെണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, അതായത് കറക്റ്റ് പ്ലേസിലല്ല പ്ലേസ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും എന്തെങ്കിലും എറർ വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ 2 ചാൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, 2 കൂടുതൽ തന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. റെക്കമെൻഡഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ റിയർ വ്യൂ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഒരിക്കലും നമ്മൾ താഴെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡയറക്റ്റായിട്ട് വിഷൻ വരുന്നൊരു ഏരിയയിൽ ഡാഷ് ക്യാം വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വിഷൻ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് അല്ല, എന്നാലും ഒരു ബാരിയർ പോലെ ആയിരിക്കും ഇത് നമുക്ക് മുമ്പോട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ റെക്കമെൻഡഡ് സ്പോട്ട്. അവിടേക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽം നമ്മൾ ആദ്യം വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ബബിൾസൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഡിവൈസ് മിക്കവാറും ആ ബബിൾസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം, നോട്ട് സോ ഷുവർ. പക്ഷേ ഞാൻ അതിനാണ് ഉപയോഗിച്ച് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. അത് നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. എന്തിനാണെന്ന് ഇൻ ഫ്യൂച്ചർ ഇത് ക്ലിപ്പിൽ ഊരാനോ എടുക്കാനോ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽം ആദ്യം അവിടെ വെച്ച് നോക്കാം. അപ്പം ഞാൻ ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലോത്ത് വെച്ച്, അതായത് കാറൊക്കെ തുടയ്ക്കുന്ന ക്ലോത്ത് അല്ലെങ്കിൽ കണ്ണട ഒക്കെ തുടയ്ക്കുന്ന ക്ലോത്ത് വെച്ച് ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാവും. അപ്പോൾ ഞാനവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബബിൾസ് കളയാൻ വേണ്ടി ഞാൻ ഈ ഡിവൈസ് തന്നെ ഉപയോഗിക്കുന്നത്. ഈ ഡിവൈസ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബബിൾസ് ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇതിനേക്കാളും പറ്റും നമ്മുടെ കൈ തന്നെയാണ് ബബിൾസ് കളയാൻ. അതെ, എന്തുകൊണ്ടും ഭേദം നമ്മുടെ കൈയാണ്. വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബബിൾസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ബാക്ക് ടു ദ ഡിവൈസ്. ഇതും കൊണ്ടാണ് കൂടുതലും ബബിൾസ് കളയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ സാധനം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് നിന്ന് ബബിൾസ് കളയാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ സാധനം, ഈ ക്ലിപ്പ് പോലത്തെ ബ്രാക്കറ്റ് എന്നാണ് അതിന് പറയുക. ബ്രാക്കറ്റ് പോലത്തെ സാധനം ഫിക്സ് ചെയ്യുന്നതാണ്.
ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഈ പീൽ മാറ്റിക്കളഞ്ഞിട്ട് ഇത് മൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെയാണ് മൗണ്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ 90 ഡിഗ്രി അല്ലെങ്കിൽ റൊട്ടേറ്റബിൾ ക്യാമറ ലെൻസ് ഇവിടെ വന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ പ്ലേസിങ് ഇങ്ങനെയായിരിക്കും. ഇതിങ്ങനെയാണിത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ ചാരി ഇരുന്നാണെങ്കിലും അതിൻ്റെ വീഡിയോ കാണുകയും ചെയ്യാം. ഈ ലെൻസ് ആംഗിൾ ഓഫ് റൊട്ടേഷനും കറക്റ്റായിട്ട് വരികയും ചെയ്യും. നമുക്കിത് ആദ്യം മൗണ്ട് ചെയ്യാം. കറക്റ്റ്ലി പ്ലേസ് ആയിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. സംഭവം ഓണായിട്ടുണ്ട്. വലുതായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊന്നും കാര്യമില്ല. ഇത് ഓൾറെഡി ഇരുന്നത് തന്നെ കറക്റ്റായിട്ടുള്ള സ്പോട്ടിലാണ്. നമ്മളും അധികമൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ സീറ്റൊന്ന് കയറ്റിയിട്ട് കഴിഞ്ഞാൽ എനിക്കും ഡ്രൈവർ സീറ്റിൽ നിന്ന് തന്നെ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് വീഡിയോ കാണാൻ പറ്റും. മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. സോ ഇവിടുന്ന് എനിക്ക് നന്നായിട്ട് വിഷൻ ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഇറക്കിയാൽ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ബട്ടൺസ് പ്രസ് ചെയ്ത് നോക്കുവാണ്. ഇത് ഫ്ലാഗ് ബട്ടൺ ആണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് സെക്കൻഡ് ബട്ടൺ ഫ്രം ദി ലെഫ്റ്റ്. പിന്നെ അത് കംപ്ലീറ്റ് റെക്കോർഡായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാൻ അത് എന്തിനുള്ളതാണ്. Okay, ഇത് ഇമേജിന്റെ പിക്ചറാണ്. Entering the gallery will stop you from video recording. Continue and confirm നിൽക്കാൻ പോകുന്നു. എമർജൻസി. ഓക്കെ, ഇത് രണ്ട് എമർജൻസി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടാണ് എമർജൻസി വീഡിയോ. ഡിലീറ്റ് ചെയ്യാൻ പറ്റിയൊരു ബട്ടൺ ഉണ്ട്. നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. കാരണം അത് എന്താ പറയുക, അതൊരു എമർജൻസി വീഡിയോ അല്ലായിരുന്നു. എമർജൻസി വീഡിയോൻ്റെ നോർമൽ വീഡിയോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് നോർമൽ. പിന്നെ ഈ ബട്ടൺ എന്തിനാണ്? ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് ബട്ടൺ. ഇതിൻ്റെ വൈഫൈ ഹോട്ട്സ്പോട്ടും കൊളിഷൻ സെൻസിറ്റിവിറ്റിയും
ഓക്കെ ഇത് ടച്ച് സ്ക്രീൻ അല്ല, അപ്പോൾ അതിൻ്റെ ഇവിടെ നാവിഗേഷൻ വന്നേക്കണം. SD കാർഡ് ഫോമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, സിസ്റ്റം ടൈം, സ്ക്രീൻ ഓഫ് ടൈം 1 minute, ലാംഗ്വേജ് ഏതാണ് വേണ്ടത്, സിസ്റ്റം അപ്ഡേറ്റ്, അഡ്വാൻസ് സെറ്റിംഗ് ഉണ്ട്, ഫാക്ടറി സെറ്റിംഗ് റീസ്റ്റോർ ചെയ്യുന്ന ബട്ടണും ഉണ്ട്, അബൌട്ട് ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ്, ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ക്യാമറയ്ക്കകത്ത് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് മേക്സ് ഇറ്റ് വൺ ഓഫ് എ ഗുഡ് ബൈ. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉള്ളത് ഓൺ ദ മൂവ് ഇതിൻ്റെ ഇമേജ് ക്ലാരിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് ആണ്. അതിക്ക് മുമ്പ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എത്രയാണ് എനിക്ക് അത്രയും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ പവർ കേബിൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. പോരാത്തിന് അത് ഇവിടെ ഇൻസ്റ്റാൾഡ് ആവണം. കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. സോ അതാണ് ഇതിൻ്റെ വേറൊരു ഡാഷ് ക്യാം ഷുഡ് ഹാവ് ദാറ്റ് ഫീച്ചർ. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ കേബിള് എന്നാ പറയുന്നത്, നമ്മൾ കേബിൾ ഇതിൻ്റെ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ക്യാമറ മൗണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഡ്രൈവിന് പോകാം. ഡ്രൈവിന് പോയിട്ട് അതിൻ്റെ ക്ലാരിറ്റി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാമറ മൗണ്ട് ചെയ്ത് അന്ന് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. മടി പിടിച്ച് ഡ്രൈവിനൊന്നും പോയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. ക്യാമറ മൗണ്ട് ചെയ്ത് ഡ്രൈവിനൊക്കെ ഒന്ന് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ എന്തായാലും വണ്ടിക്കകത്ത് ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഒരു ഡ്രൈവിന് പോകാൻ പോവാണ്. ഞാനിത് ഉദ്ദേശിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ, അതായത് വണ്ടിക്കകത്തിരുന്ന് നമ്മൾ ഫോൺ അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യുന്നൊരു വീഡിയോയും 70mm ഡാഷ് ക്യാം ക്യാപ്ചർ ചെയ്യുന്ന ഡാഷ് ക്യാം ക്യാപ്ചർ ചെയ്യുന്നൊരു വീഡിയോ ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും വെച്ചിട്ടുണ്ട്. ഫോണും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാമറയും വെച്ചിട്ടുണ്ട്, ഡാഷ് ക്യാമും വെച്ചിട്ടുണ്ട്, സോറി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു ക്ലാരിറ്റിയുടെ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ വണ്ടികൾ ക്ലാരിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമ്മൾ പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാറുകളുടെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് കടന്നു പോകുന്ന വണ്ടി അല്ലെങ്കിൽ കുറച്ച് എന്നാ പറയുക സ്പീഡിൽ പോകുന്ന വണ്ടി അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന വണ്ടി നമ്പർ പ്ലേറ്റ് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ട്രാക്കിംഗ് പേർപ്പസിന് എന്തായാലും ഫോൺ ഉപയോഗിക്കാൻ പറ്റിയല്ല. പിന്നെ ബൈക്കിൻ്റെ തീരെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആൾക്കാരാണേലും അത്യാവശ്യം അല്ലെങ്കിൽ വണ്ടികളാണേലും ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലൊരു രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് കാണുന്നതും റിയൽ ടൈം ഇമേജും, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ആ ലൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കാറുകളുടെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബൈക്കുകളുടെ
നമ്പർ പ്ലേറ്റ് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ബൈക്കിൻ്റെ ഒന്നാമത് ബൈക്കിൻ്റെ ഡോം അല്ലെങ്കിൽ മാസ്കിൻ്റെ താഴെയാണ് നമ്പർ പ്ലേറ്റ്. ചെറിയ രീതിയിലാണ് നമ്പർ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ നമുക്ക് റിയൽ ടൈം ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്കിനി ഡാഷ് ക്യാം ക്യാപ്ചർ ചെയ്ത ഇത് കാണാം, ഫുട്ടേജ് കാണാം. ഡാഷ് ക്യാമിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡാഷ് ക്യാമിലെ ഇമേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇത്രയും ബ്രൈറ്റ്നെസ് ഇല്ല. അത് ക്യാമറയുടെ ഒരു പ്രത്യേകതയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോണിലെടുത്ത വീഡിയോ ആണ് ആക്ച്വൽ ലൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനകത്തും അധികം വ്യത്യാസമൊന്നുമില്ല. കാറുകളുടെ നമ്പർ അല്ലെങ്കിൽ കാറുകളുടെ നമ്പറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ബൈക്കിൻ്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പോരാത്തതിന് അത്യാവശ്യം ദൂരെ അല്ലെങ്കിൽ സ്പീഡിൽ കടന്നു പോകുന്ന വണ്ടികളുടെയും പ്ലേറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത് നമുക്കൊരു സെക്യൂരിറ്റി പർപ്പസ്, ബേസിക് സെക്യൂരിറ്റി പർപ്പസിൽ ഉപയോഗിക്കാം. കാരണം ഈ പ്രൈസിൽ ലഭിക്കുന്ന ഐ തിങ്ക് ഒരു ഗുഡ് പർച്ചേസ് ആണ്. പക്ഷെ ഓവറോൾ എനിക്ക് നോക്കിയിട്ട് പിക്ചർ ക്വാളിറ്റി ഇതിനകത്താണ് കൂടുതൽ തോന്നണമെങ്കിലും ഫോണിലെ ക്ലാരിറ്റിയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നെനിക്ക് പേഴ്സണലി അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോണിൽ നമുക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ആംഗിളേ കിട്ടുന്നുള്ളൂ. ഇതിനകത്ത് ഒരു വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട് വിതൗട്ട് എനി പ്രോബ്ലം. കംപ്ലീറ്റ് ആ ഏരിയ, അതായത് നമ്മുടെ വിൻഷീൽഡ് കംപ്ലീറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാപ്ചറിങ് ഏരിയ കൂടുതലാണ്. ആ ഒരു ഗുണം ഉണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലാറ്റ് സ്റ്റെപ്നി.